ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് ഇലക്ട്രോസ്കോപ്പിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ഒരു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്? ഒരു വസ്തുവിലുള്ള ചാർജ് കണ്ടുപിടിക്കാനും അതിന്റെ പൊളാരിറ്റി, അതായത് ചാർജ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇലക്ട്രോസ്കോപ്പ്. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്ടിങ് ദ ചാർജ് ഓൺ എ ബോഡി ആൻഡ് ഐഡന്റിഫൈയിങ് ഇറ്റ്സ് പൊളാരിറ്റി. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ കൺസ്ട്രക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിന്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഒരു മെറ്റൽ നോബാണ്. നിങ്ങൾക്ക് മുകളിലായിട്ട് ഒരു മെറ്റൽ നോബ് കാണാം. അതിനെ ഒരു മെറ്റാലിക് റോഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് വളരെ തിൻ ആയിട്ടുള്ള രണ്ട് ഗോൾഡ് ഫോയിലുകൾ കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ദ ഹോൾ അറേഞ്ച്മെന്റ് ഈസ് കെപ്റ്റ് ഇൻസൈഡ് എ ഗ്ലാസ് വെസൽ. ഒരു ഗ്ലാസ് വെസലിന്റെ ഉള്ളിലാണ് ഈ മുഴുവൻ കാര്യങ്ങളും സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് ഈ ഇലക്ട്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു വസ്തുവിന്റെ ചാർജ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ആ വസ്തുവിന് ചാർജ് ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക. ഇത് ഒരു അൺചാർജ്ഡ് ഇലക്ട്രോസ്കോപ്പ് ആണ്, അതായത് ഇതിന് ചാർജ് ഇല്ല. ഇതാണ് അതിന്റെ ഗോൾഡ് ലീഫ്സ്. ഓക്കെ, ഇത് പരസ്പരം അടുത്തടുത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡൈവേർജൻസ് 0 ആണ്. അപ്പൊ ഇലക്ട്രോസ്കോപ്പിന് ചാർജ് ഇല്ലെങ്കിൽ ഗോൾഡ് ലീഫ് അടുത്താണ് നിൽക്കുക, അതിന്റെ ഡൈവേർജൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമുക്കൊരു വസ്തുവിന്റെ ചാർജ് കണ്ടുപിടിക്കണം. ഓക്കെ, അത് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന്, ആ ചാർജ്ഡ് ബോഡി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ ചാർജ്ഡ് ബോഡി ഇതിന് അടുത്ത് കൊണ്ടുപോയി വെക്കുക. ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വസ്തുവിലുള്ള ചാർജ് കണ്ടുപിടിക്കാം. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഒരു ഇലക്ട്രോസ്കോപ്പ് ആണ്, അൺചാർജ്ഡ് ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്കോപ്പിന് തൊട്ടടുത്തായിട്ട് ഒരു ചാർജ്ഡ് ബോഡി വെക്കുന്നു. ഉദാഹരണത്തിന് ഇതിന്റെ ചാർജ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കൂ. നമുക്കറിയാം, ഒരു ചാർജ്ഡ് ബോഡി ഒരു കണ്ടക്ടറിനടുത്ത് വെച്ചാൽ ഇവിടെ എന്ത് നടക്കും? ഇൻഡക്ഷൻ നടക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഇൻഡക്ഷൻ കാരണം ഇവിടെ അടുത്ത്, അതായത് ഈ ചാർജ്ഡ് ബോഡിയുടെ അടുത്തുള്ള സൈഡിൽ നെഗറ്റീവ് ചാർജ്, അതായത് ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ഫാർദർ സൈഡിൽ സിമിലർ ചാർജ് ഇൻഡ്യൂസ് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് നെഗറ്റീവ് ആയിരിക്കും. അതേസമയം ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ രണ്ട് ലീഫിനും കിട്ടുന്നത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട്, ലൈറ്റ് ചാർജ് ആയതുകൊണ്ട് അത് പരസ്പരം റിപ്പൽ ചെയ്യും. അതുകൊണ്ട് ഈ ലീഫുകൾ എന്ത് ചെയ്യും? അകന്നു നിൽക്കും, ഇങ്ങനെ അകന്നു നിൽക്കും. അപ്പൊ ഈ രണ്ടിനും എന്ത് ചാർജ് കിട്ടിയത് കൊണ്ട്? പോസിറ്റീവ് ചാർജസ്, ലൈറ്റ് ചാർജസ് കിട്ടിയത് കൊണ്ട് റിപ്പൽ ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഡൈവേർജ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് പറയാം, ഈ ഗോൾഡ് ലീഫ് ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ ഈ കൊണ്ടുവന്ന് വെച്ച വസ്തുവിൽ എന്തുണ്ട് എന്ന് മനസ്സിലാക്കാം? ചാർജ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇൻഡക്ഷൻ മുഖേന ഈ ഗോൾഡ് ലീഫിൽ ഉണ്ടാവുന്ന ചാർജ് ഈ വസ്തുവിന്റെ അതേ ചാർജ് തന്നെയാണ്. യു ഹാവ് ടു നോട്ട് ദിസ് പോയിന്റ്. ഓക്കെ, ദ ചാർജ് ഓൺ ദ ഗോൾഡ് ലീഫ് ഈസ് സെയിം ആസ് ദ ചാർജ് ഓഫ് ദ ബോഡി. മനസ്സിലായോ? ഓക്കെ, രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് ഈ വസ്തുവിനെ ഇലക്ട്രോസ്കോപ്പ് ഉപയോഗിച്ച് ടച്ച് ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുക? നമുക്ക് നോക്കാം. ഇത് ഒരു അൺചാർജ്ഡ് ഇലക്ട്രോസ്കോപ്പ് ആയിരുന്നു. അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ചാർജ്ഡ് കണ്ടക്ടർ ഉപയോഗിച്ച്, ഇതും കണ്ടക്ടർ ആണ്. ഓക്കെ, ഒരു ചാർജ്ഡ് കണ്ടക്ടർ ഉപയോഗിച്ച് ടച്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഇതിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡ്യൂ ടു കോണ്ടാക്ട് എന്ത് സംഭവിക്കും? ചാർജ് ഷെയർ ചെയ്യപ്പെടും. അങ്ങനെ ചാർജ് ഷെയർ ചെയ്യപ്പെടുമ്പോൾ ഈ വസ്തുവിന് കിട്ടുന്ന ചാർജ് എന്തായിരിക്കും? സെയിം ചാർജ് ആയിരിക്കും. ഇതിന്റെ ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിന് കിട്ടുന്ന ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ഈ ലീഫിന് കിട്ടുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. ലൈറ്റ് ചാർജ് ആയതുകൊണ്ട് ഇത് എന്ത് ചെയ്യും? പരസ്പരം റിപ്പൽ ചെയ്യും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഇത് ഡൈവേർജ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇതിന് കിട്ടിയത് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോഴും എന്ത് ചെയ്തു? ഡൈവേർജ് ചെയ്തു. മനസ്സിലായോ? പിന്നീട് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. ഇവിടെ ടച്ച് ചെയ്താലും ഈ ഗോൾഡ് ലീഫിന് കിട്ടുന്ന ചാർജ് എന്താണ്? ബോഡിയുടെ അതേ ചാർജ് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ്, ഒരു ചാർജ്ഡ് ബോഡി ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിന് അടുത്ത് കൊണ്ടുപോയി വെച്ചാലും അല്ലെങ്കിൽ ടച്ച് ചെയ്താലും ഓക്കെ, ഈ ഗോൾഡ് ലീഫ് ഡൈവേർജ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ വസ്തുവിന് എന്തുണ്ട്? ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറയാം, the divergence of the gold leaf electroscope gives the presence of charge on the body. അപ്പൊ വസ്തുവിൽ ചാർജ് ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ എന്ത് നോക്കിയാൽ മതി? ഡൈവേർജൻസ് നോക്കിയാൽ മതി.
ആൻഡ് ദ ഡിഗ്രി ഓഫ് ഡൈവേർജൻസ് ഗിവ്സ് ദ എമൗണ്ട് ഓഫ് ചാർജ്. അതായത് ഈ വസ്തുവിൽ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ ഇത് കൂടുതൽ ഡൈവേർജ് ചെയ്യും, കുറച്ചാണ് ചാർജ് ഉള്ളതെങ്കിൽ കുറച്ച് മാത്രം ഡൈവേർജ് ചെയ്യും. മനസ്സിലായോ? പിന്നീട് ഒരു കാര്യം കൂടി മനസ്സിലായി. എന്താണ്? നിങ്ങൾ ചാർജ്ഡ് ബോഡി ഉപയോഗിച്ച് ഇലക്ട്രോസ്കോപ്പിനെ ടച്ച് ചെയ്താലും അല്ലെങ്കിൽ ചാർജ്ഡ് ബോഡി ഈ ഇലക്ട്രോസ്കോപ്പിന് അടുത്ത് കൊണ്ടുപോയി വെച്ചാലും ഈ ഗോൾഡ് ലീഫിന് കിട്ടുന്ന ചാർജ് എന്താണ്? സെയിം ചാർജ് ആസ് ഓൺ ദ ചാർജ്ഡ് ബോഡി. ഓക്കെ, ചാർജ്ഡ് ബോഡിയുള്ള അതേ ചാർജ് തന്നെയാണ് കിട്ടുന്നത്. മനസ്സിലായി? ഓക്കെ, ഇതാണ് പ്രസൻസ് ഓഫ് ചാർജ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഇനി നമുക്ക് വേണ്ടത് ഈ ചാർജ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, പൊളാരിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പൊളാരിറ്റി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അൺചാർജ്ഡ് ഇലക്ട്രോസ്കോപ്പ് എടുക്കുക. ഓക്കെ, ആ അൺചാർജ്ഡ് ഇലക്ട്രോസ്കോപ്പിനെ ഒരു നോൺ ചാർജ് കൊണ്ട് ടച്ച് ചെയ്യുക. അതായത് അറിയുന്ന ചാർജ് കൊണ്ട് എന്ത് ചെയ്യുക? ടച്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇങ്ങനെ ഒരു അൺചാർജ്ഡ് ഇലക്ട്രോസ്കോപ്പ് എടുത്തു. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പോസിറ്റീവ് ചാർജ് ഉപയോഗിച്ച് ടച്ച് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത്? പോസിറ്റീവ് ചാർജ് ഉപയോഗിച്ച് ടച്ച് ചെയ്തു. പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡി, ഒരു കണ്ടക്ട് ഉപയോഗിച്ച് എന്ത് ചെയ്തു? ടച്ച് ചെയ്തു. അപ്പൊ നമുക്കറിയാം അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഗോൾഡ് ലീഫ് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് നിൽക്കും. കാരണം ഇതിന് എന്ത് ചാർജ് തന്നെ കിട്ടി? പോസിറ്റീവ് ചാർജ് തന്നെ കിട്ടി. അപ്പൊ നിങ്ങൾക്ക് പറയാം ഇതിപ്പോൾ എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോസ്കോപ്പ് ആണ്. അപ്പൊ ഇതൊരു ചാർജ്ഡ് ഇലക്ട്രോസ്കോപ്പ് ആണ്. ഈ ഇലക്ട്രോസ്കോപ്പിലുള്ള ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. അതെങ്ങനെ മനസ്സിലായി? കാരണം ഇതിന്റെ ചാർജ് നമുക്കറിയാം, അതുകൊണ്ട് ഇതിന് കിട്ടിയ ചാർജ് തന്നെയാണ് പോസിറ്റീവ് ആണ്. അപ്പൊ ഇത് ചാർജ്ഡ് ആണ്. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് വസ്തുവിന്റെ ചാർജ് ആണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ ഇതിനടുത്ത് കൊണ്ടുപോയി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജ്ഡ് ഇലക്ട്രോസ്കോപ്പ് ആണ്. അപ്പൊ ഇലക്ട്രോസ്കോപ്പിൽ ഓൾറെഡി എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ചാർജ്ഡ് ബോഡി കൊണ്ടുപോയി വെച്ചു. പക്ഷെ ഇതിന്റെ ചാർജ് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇതിന്റെ അകത്തുള്ള ചാർജ് എങ്ങനെയാ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് കൊണ്ടുപോയി വെച്ചാൽ എന്താ സംഭവിക്കുക? ഇതിന്റെ ചാർജ് എന്താണോ അതിന് ഓപ്പോസിറ്റ് ചാർജ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യും, അല്ലെ? ഇവിടെയോ സെയിം ചാർജ് ഇൻഡ്യൂസ് ചെയ്യും, ശരിയല്ലേ? അപ്പൊ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് എന്താണ്? ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഏതാണോ ആ ക്വസ്റ്റ്യൻ മാർക്കിലുള്ള ചാർജ്, ആ ക്വസ്റ്റ്യൻ മാർക്കാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇൻഡ്യൂസ് ചെയ്യുന്നത്, ശരിയല്ലേ? ഇനി നിങ്ങൾ ഇതിന്റെ ഡൈവേർജൻസ് നോക്കുക. ഡൈവേർജൻസ് കൂടുകയാണെങ്കിൽ എന്താ സംഭവിച്ചത്? ഇവിടെ ഡൈവേർജൻസ് കൂടുകയാണ്. എന്ത് സംഭവിച്ചു? ഇവിടെ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യണം? കൂടി എന്നർത്ഥം. എന്നാലേ റിപ്പൽഷൻ കൂടുള്ളൂ. അപ്പൊ ഇവിടെ ഇതിന്റെ പോസിറ്റീവ് ചാർജ് കൂടി. അങ്ങനെ പോസിറ്റീവ് ചാർജ് കൂടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ ക്വസ്റ്റ്യൻ മാർക്കും എന്താണ്? പോസിറ്റീവ് ചാർജ് ആണെന്നല്ലേ? എന്ന് പറഞ്ഞ ഈ വസ്തുവിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ്? ഇഫ് ദ ഡൈവേർജൻസ് ഓഫ് ചാർജ്ഡ് ഇലക്ട്രോസ്കോപ്പ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്? ചാർജ് ഓൺ ദ ബോഡി ഈസ് സെയിം ആസ് ദ ചാർജ് ഓൺ ദ ഇലക്ട്രോസ്കോപ്പ്, അല്ലെ? ഇലക്ട്രോസ്കോപ്പിൽ അതേ ചാർജ് തന്നെയാണ് ഇത് എന്ന് പറഞ്ഞ ഈ വസ്തുക്കളുടെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, സോ ഇഫ് ദ ഡൈവേർജൻസ് ഓഫ് ദ ചാർജ് ഇലക്ട്രോസ്കോപ്പ് increases, then charge on the body is same as the charge on electroscope. മനസ്സിലായോ? ഓക്കെ, ഇനി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതിന്റെ ഡൈവേർജൻസ് കുറഞ്ഞു എന്നാണെങ്കിലോ? ഡൈവേർജൻസ് കുറഞ്ഞു എന്ന് പറഞ്ഞാലും ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഏതാണോ അതേ ചാർജ് തന്നെയാണ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്, അല്ലെ? ഇവിടെ ഉണ്ടാവുന്നത് മനസ്സിലായി, അല്ലെ? ഇലക്ട്രോസ്കോപ്പിലുള്ള ചാർജും ഈ വസ്തുവിലുള്ള ചാർജും സെയിം ആണ്. ഇനി ഇവിടെയുള്ള ഡൈവേർജൻസ് കുറയുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെയുള്ള ചാർജ് എന്ത് ചെയ്തു? കുറഞ്ഞു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഓൾറെഡി പോസിറ്റീവ് ചാർജ് ആണ്, ആ പോസിറ്റീവ് ചാർജ് കുറഞ്ഞു. അത് കുറയണമെങ്കിൽ ഇവിടെയുള്ള ചാർജ് എന്തായിരിക്കണം? ഇവിടെ ഇൻഡ്യൂസ് ചെയ്ത ചാർജ് നെഗറ്റീവ് ആയിരിക്കണം, അല്ലെ? എന്ന് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ മാർക്ക് നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞ ഈ വസ്തുവിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ എന്ത് കുറയുകയാണെങ്കിൽ ചാർജ് ഇലക്ട്രോസ്കോപ്പിന്റെ ഡൈവേർജൻസ് കുറയുകയാണെങ്കിൽ ചാർജ് ഓൺ ദ ബോഡി ഈസ് ഓപ്പോസിറ്റ് ടു ദ ചാർജ് ഓഫ് ദ ഇലക്ട്രോസ്കോപ്പ്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് വീണ്ടും ഒരു പോയിന്റ് മനസ്സിലായി. എന്താണ്? ഇഫ് ദ ഡൈവേർജൻസ് ഓഫ് ചാർജ്ഡ് ഇലക്ട്രോസ്കോപ്പ് decreases, then charge on the body is
opposite to the charge on the electroscope. മനസ്സിലായോ? അപ്പൊ ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്, പൊളാരിറ്റി ഓഫ് ദ ചാർജ്. സോ ദിസ് ഈസ് അബൌട്ട് ഇലക്ട്രോസ്കോപ്പ്. അപ്പൊ ഒന്നുകൂടി പറയാം, ഒരു വസ്തുവിന് ചാർജ് ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ നിങ്ങൾ അതിന് എന്ത് ചെയ്യുക, ഇലക്ട്രോസ്കോപ്പിന് അടുത്ത് കൊണ്ടുപോയി വെക്കുക, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ടച്ച് ചെയ്യുക. അപ്പോൾ ഡൈവേർജൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിഗ്രി ഓഫ് ഡൈവേർജൻസ് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം വസ്തുവിൽ എന്തുണ്ട്, ചാർജ് ഉണ്ട് എന്ന് പറയാം. രണ്ട്, അതിന്റെ പൊളാരിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ആദ്യം ഇലക്ട്രോസ്കോപ്പിനെ ഒരു നോൺ ചാർജ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ചാർജ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ചാർജിന് കൂടി അതിനടുത്തോട്ടേക്ക് കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ അതിനെ ടച്ച് ചെയ്യുക. ഓക്കെ, രണ്ടായാലും എന്താ സംഭവിക്കുക, ആ വസ്തു, ആ ഇലക്ട്രോസ്കോപ്പിന്റെ ഡൈവേർജൻസ് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ആ വസ്തുവിന്റെ ചാർജ് ഇലക്ട്രോസ്കോപ്പിലുള്ള ചാർജ് തന്നെയാണ്. ഇനി ഡൈവേർജൻസ് കുറയുകയാണെങ്കിൽ വസ്തുവിലുള്ള ചാർജ് ഇലക്ട്രോസ്കോപ്പിലുള്ള ചാർജിന് നേരെ ഓപ്പോസിറ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. സോ ദിസ് ഈസ് അബൌട്ട് ഇലക്ട്രോസ്കോപ്പ്. ഇനിയുള്ള ക്ലാസ് കേൾക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.